പിരിച്ചുവിടുകയല്ല, അവൾക്ക് കൊടുക്കേണ്ടത് ഒരു ഗുഡ് സർവീസ് എൻട്രിയാ. കാരണം എന്നും ഇങ്ങനെ വേണം പൂജാമുറി ഒരുക്കാൻ, മനസ്സിലായോ? എന്താ ഒരു ഐശ്വര്യം, എന്താ ഒരു നിറവ്. നീ വേണം ഇത് കണ്ടു പഠിക്കാൻ. എന്താ, ഞാൻ അവളെ വിളിച്ച് പറയണോ നിന്നെ കൂടെ ഇത് പഠിപ്പിക്കാൻ? അയ്യോ ചേച്ചി, അത് പിന്നെ എന്നാ പിന്നെ പുറത്തിറങ്ങി നിൽക്കും. എനിക്ക് ദീപാരാധനയ്ക്കുള്ള സമയമായി. ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടല്ലോ. ആ നാശം പിടിച്ച കല്യാണി അവക്ക് വെച്ചിട്ടുണ്ട് ഞാൻ. വന്നേ, കല്യാണി മോളെ. എന്താ അച്ഛാ, എന്തെങ്കിലും വേണോ? കട്ടൻ ചായ എടുക്കട്ടെ? ഏയ്, ഞാൻ കുടിക്കാനും തിന്നാനൊന്നും വന്നല്ല. ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാ. എന്താ ദാസേട്ടാ, കല്യാണിക്ക് കല്യാണാലോചന വല്ലതുമാണോ? ആ തീർച്ചയായിട്ടും ഒരു കല്യാണാലോചന തന്നെയാണ്. ദാസേട്ടാ, ഞാൻ ഇന്നലെ സ്വപ്നം കണ്ടതേ കല്യാണിയുടെ കല്യാണ. എവിടുന്നാ ചെക്കൻ? കല്യാണിക്ക് ചേർന്ന ചെറുക്കനായിരിക്കണം. ചെറുക്കന്റെ ഫോട്ടോ കയ്യിലുണ്ട്. എവിടെ കാണട്ടെ? കൊള്ളാം, കല്യാണിക്ക് ചേരുന്ന ചെറുക്കൻ തന്നെയാ. പയ്യൻ എന്താ ദാസേട്ടാ ജോലി? എന്നെ പോലെ സെക്യൂരിറ്റിയാ. ഈ പിള്ളസാറിന്റെ ഭാര്യ വീടിനടുത്ത വീട്. എനിക്ക് നേരിട്ടറിയാം, നല്ല പയ്യനാ. കുടുംബക്കാരും നല്ലതാ. ഫോട്ടോ കണ്ടാലേ അറിയാം, നല്ല പയ്യനാ. കല്യാണി നോക്ക്, ചെറുക്കനെ ഇഷ്ടപ്പെട്ടോന്ന്. എവിടെ, ഞാൻ നോക്കട്ടെ. കൊള്ളാം, അടിപൊളി, നന്നായിട്ടുണ്ട്. ചേച്ചി നോക്ക്. എന്താ കല്യാണി, ഇഷ്ടപ്പെട്ട ചെറുക്കനെ? അതെ, നീ നിന്റെ അഭിപ്രായം തുറന്നു പറയണം മോളെ. മോളുടെ ഇഷ്ടം അറിഞ്ഞിട്ട് വേണം അച്ഛൻ അവരോട് മറുപടി പറയാൻ. അതെ, നാടകം കൊഞ്ചലും ഇങ്ങനെ വലിച്ചു നീട്ടണ്ട. ചേച്ചി തുറന്നു പറഞ്ഞോ, അച്ഛൻ വെയിറ്റിംഗാ. അച്ഛന്റെ ഇഷ്ടം തന്നെയാ എന്റെയും. അച്ഛൻ തീരുമാനിച്ചാ മതി. ദാസേട്ടൻ ഭാഗ്യവാനാ, ഇങ്ങനെ ഒരു മോളെ കിട്ടിയില്ലേ. ഇവൾക്ക് അവളുടെ അമ്മയുടെ സ്വഭാവ. കുടുംബത്തിൽ എന്ത് പ്രധാനപ്പെട്ട കാര്യം വന്നാലും അത് ഞാൻ തന്നെ തീരുമാനിക്കണമെന്നാ. ശരി, ഇക്കാര്യത്തിൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ, ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇനി കല്യാണം നന്നായി നടത്തണം. ഒരുപാട് കാശ് വേണ്ടി വരും. അതിനെന്തിനാ ടെൻഷൻ? ദാസേട്ടനോടുള്ള അടുപ്പവും വിശ്വാസവും കൊണ്ട് ഔട്ട് ഹൗസ് വരെ എഴുതി തന്ന മേഡം ഇപ്പോ ഈ കല്യാണത്തിന് സഹായിക്കാതിരിക്കും. ആ പ്രതീക്ഷ എനിക്കില്ലാതില്ല. അതിലൊട്ടും സംശയിക്കണ്ട. മേഡം പെട്ടെന്ന് ദേഷ്യപ്പെടുമെങ്കിലും ആ മനസ്സ് പാവാ. തീർച്ചയായും സഹായിക്കും, പ്രത്യേകിച്ച് ദാസേട്ടനെ. അതെ, ഈ കല്യാണം നല്ലതുപോലെ നടക്കും. നമുക്കങ്ങ് ഉറപ്പിക്കാം. അപ്പോ ഞാൻ ചെക്കൻ വീട്ടുകാരോട് ഇങ്ങോട്ട് വരാൻ പറയാം അല്ലേ? തീർച്ചയായും. അവര് വരുന്ന ദിവസം ഞങ്ങളൊരു സ്പെഷ്യൽ വിരുന്നൊരുക്കും. ആഹാ, എല്ലാരും വലിയ സന്തോഷത്തിലാണല്ലോ. അത്
കല്യാണിക്കൊരു കല്യാണാലോചന വന്നിട്ടുണ്ട്. ആഹാ, ഞങ്ങൾ അതിനെക്കുറിച്ച് സംസാരിച്ചതാ. കല്യാണിക്ക് കല്യാണോ? നല്ല കാര്യമാണല്ലോ. അതെ, നമ്മുടെ രാമേന്ദ്രപിള്ളക്ക് അറിയാവുന്ന ചെക്കനാ, നല്ല കുടുംബ. അങ്ങനെയാണെങ്കിൽ മോൾക്കൊന്ന് നോക്കാന്ന് വിചാരിച്ചു. കൊള്ളാം ദാസേട്ടാ, വളരെ നല്ല കാര്യമാണ്. അല്ല, പയ്യനെന്താ ജോലി? സെക്യൂരിറ്റിയാണ് സാർ. കാണാനും കുഴപ്പമില്ല. ഉം. ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. ചെറുക്കനെ കല്യാണിക്ക് ഇഷ്ടപ്പെട്ടോ? കാണാനൊക്കെ എങ്ങനെ? എവിടെ നോക്കട്ടെ. ഓക്കെയാണ്. പിന്നെ ദാസേട്ടാ, പയ്യനെ കുറിച്ചൊക്കെ നന്നായിട്ട് അന്വേഷിക്കണം. ഓ, രൂപം മാത്രം നന്നായ പോരെ, സ്വഭാവം നോക്കണം. നല്ല പയ്യനാണ് സാർ. എനിക്ക് പേഴ്സണലായിട്ട് അറിയാം. ദുശീലങ്ങളൊന്നും ഇതുവരെ ഇല്ല. അല്ല, കല്യാണിക്ക് പയ്യനെ ഇഷ്ടപ്പെട്ടോ? അച്ഛൻ പറയണതാ എന്റെ ഇഷ്ടം, അല്ലാണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഇഷ്ടമൊന്നുമില്ല. ഗുഡ്, ഓൾ ദി ബെസ്റ്റ്. ആ ദാസേട്ടാ, ഒന്ന് വണ്ടി എടുക്ക, ഒരു സ്ഥലം വരെ പോണം. ഓ, നമ്മളെ മതി ചേച്ചി, ഇങ്ങനെ ഫോട്ടോ ചുഴിഞ്ഞു നോക്കിയാലേ ആളൊന്നും നേരിട്ട് പ്രത്യക്ഷപ്പെടില്ല. നീ പോടാ കുട്ടിക്കുരങ്ങ. കൊരങ്ങൻ ചേച്ചി കെട്ടാൻ വരുന്നവനാ ദേ ഇയാള്. ഡാ, ഗുഡ് മോർണിംഗ് മാഡം. ആഹാ, ഇതാര്? മഹേശ്വരി കുഞ്ഞമ്മയുടെ മോളോ? എന്തുണ്ട് വിശേഷം? വിശേഷമൊക്കെ പഴയതാ. ഉം. അങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ചു പോകുന്നു. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, ദൈവം സഹായിച്ചു. നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നെ? ഓ, പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ ഞാനേ മഹേശ്വരി കുഞ്ഞമ്മയുടെ മോള് തന്നെയാ. പക്ഷെ എനിക്കൊരു പേരുണ്ട്, നന്ദന. ഉം, ഉം. അത് മറക്കാതിരുന്ന നന്നായിരിക്കും. ഓ, പിന്നെ വെറുതെ കിട്ടുന്നതാണെന്ന് വിചാരിച്ച് ഇങ്ങനെ വലിച്ചു വാരി തിന്നരുത്. പെട്ടെന്ന് കിടപ്പിലായി പോവും. ഇവളുടെ ഒരു ജാട കണ്ടാ തോന്നും ഞാൻ തിന്നുന്നതൊക്കെ ഇവളുടെ തറവാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. തള്ളയുടെ മോള് തന്നെ. എന്തടിച്ചിരിക്കുന്നേ? നന്ദന എന്ന എന്റെ പേര് മാറ്റാതിരിക്കാൻ അമ്മായി എന്ന് പറഞ്ഞ് നമ്മള് നാടക നടി ഇറക്കി കളിച്ച കാര്യം അവരെങ്ങാനും അറിഞ്ഞ അതോടെ തീരും. കൊണ്ടിക്കാണുന്ന പെമ്പിളരോടൊപ്പം ചുറ്റിക്കറങ്ങാൻ ഉടുപ്പില്ലാത്ത നിനക്ക് എന്ത് യോഗ്യതയുള്ള ഇതൊക്കെ പറയാൻ? എനിക്ക് എന്റെ പേരും എന്റെ ഇഷ്ടങ്ങളും വലുതാ. നടന്നതെല്ലാം ഇവിടെ വെച്ച് മറന്നേക്ക്. അതാ എല്ലാവർക്കും നല്ലത്. ഹായ് അരവിന്ദ്, ഗുഡ് മോർണിംഗ്. നീ എന്താ ഇവിടെ കയറി വന്ന? അത് കൊള്ളാലോ. ഇത് ഞാൻ നാളെ കയറി വരാനുള്ള വീടല്ല അരവിന്ദ്. സമയം എത്രയെന്ന വിചാരം? ഈ മുറിന്ന് ഇറങ്ങാൻ പ്ലാനൊന്നും ഇല്ലേ? ഒന്ന് നീറ്റ്, കമോൺ. പറഞ്ഞത് കേട്ടില്ലേ? വാ, ഫ്രഷ് ആവ്. എനിക്ക് നമുക്കേ പുറത്തൊക്കെ പോയി കറങ്ങി അടിച്ചിട്ട് വരാം. എന്തൊരു ഇരിപ്പാ ഇത്. കമോൺ, ഗെറ്റ് അപ്പ്. വാ. സ്റ്റോപ്പ് ഇറ്റ്. എന്തൊരു അഭിനയത്! എത്ര നാള് നീ ഇങ്ങനെ അഭിനയിക്കും? ഇന്നലെ വെല്ലു വിളിക്കുന്നു, ഇപ്പൊ കറങ്ങാൻ വിളിക്കുന്നു. ഫാന്റാസ്റ്റിക്. എന്നാലേ നിന്റെ ഈ വേഷം കെട്ടലൊന്നും എന്റെ അടുത്ത് വേണ്ട. സോറി അരവിന്ദ്, പഴയ കാര്യങ്ങൾ മറന്നു കളാം. അത് ഞാനൊരു നേരം പോക്കിന്. കൈ വിടറി. You just get out, okay?
എന്താ അരവിന്ദ് ഇങ്ങനെ? എന്നായാലും നമ്മൾ ഒന്നിച്ച് ജീവിക്കാനുള്ളവരാ. അതിനിടെ ചില സൗന്ദര്യ പിണക്കങ്ങളും വഴക്കും അടിയൊക്കെ ഉണ്ടായിരുന്നിരിക്കും. ഇതൊക്കെ എല്ലാവരുടെയും ജീവിതത്തിലുള്ളതാ. ടേക്ക് ഇറ്റ് ഈസി മാൻ. അയ്യോ, ആ പറച്ചില് കൊള്ളാം. ഞാനെല്ലാം ഈസി ആയിട്ട് എടുക്കണം. പക്ഷെ നിന്റെ പേര് മാറ്റേണ്ട കാര്യം വന്നപ്പോ അതൊന്നും എനിക്ക് ഈസി ആയിട്ട് എടുക്കാൻ വയ്യ. ആ കാര്യത്തിൽ നീ കാണിച്ച ഫ്രോഡ് പണി ഞാനിപ്പോ അമ്മയോട് പറയാൻ പോവാ. നീ ഇപ്പൊ ഏതായാലും നേരിട്ട് വന്നത് നന്നായി. വെയിറ്റ് എ മിനിറ്റ്. നോക്ക്, നീ എന്ത് ചെന്ന് പറഞ്ഞാലും ആന്റി വിശ്വസിക്കില്ല. അതുകൊണ്ട് അത് വിട്ടേക്ക്. വാ, നമുക്ക് ഷോപ്പിങ്ങിന് പോവാം. എനിക്കറിയാം, ഞാൻ പറഞ്ഞു അമ്മ ഒന്നും വിശ്വസിക്കില്ല. പക്ഷേ അവിടെ നിന്റെ കൂടെ ഉണ്ടായിരുന്ന നിന്റെ തന്നെ കൂട്ടുകാരി മീര പറഞ്ഞാലോ, അപ്പ അമ്മ അത് വിശ്വസിക്കില്ലേ? എന്തു പറയുന്നു? എടി, ഞാൻ വെൽ പ്ലാൻഡാ. 10 മിനിറ്റിനകം എൻ്റെ ഒരു ഫ്രണ്ട് നിന്റെ കൂട്ടുകാരി മീരയായിട്ട് ഇവിടെ വരും. അമ്മയോട് അവളെ കൊണ്ട് എന്നെ എല്ലാം പറയിപ്പിക്കും. അതോടെ അമ്മയ്ക്ക് മനസ്സിലാവും നീ പക്ക ഫ്രോഡാണെന്ന്. വേണ്ട അരവിന്ദ്, പ്ലീസ് ആന്റിയോടൊന്നും പറയരുത്. ഇത്തവണത്തേക്കൊന്ന് ക്ഷമിക്കാം പ്ലീസ്. ഓഹോ, ഇപ്പൊ നിന്റെ മുഖത്തൊരു ഭയമൊക്കെ കാണാലോ. എന്നാലേ നീ ഭയക്കട്ടോ. കുറച്ച് കഴിയുമ്പോ അമ്മ നിന്റെ കഴുത്തിന് പിടിച്ച് പുറത്തു തന്നു. അപ്പൊ ഇതുപോലുള്ള എക്സ്പ്രഷൻസ് ഇട്ടാ മതി. ഓക്കെ, തൽക്കാലം വഴിന്ന് മാറി. അരവിന്ദ്, വഴിന്ന് മാറി. അരവിന്ദ്, ആ, ആ, നീ ഇവിടെ ഉണ്ടായിരുന്നല്ലേ? നന്നായി. നീ എല്ലാം കേട്ടല്ലോ. ഇപ്പോൾ പക്ക ഫ്രോഡാണെന്ന് നിനക്ക് നേരിട്ട് മനസ്സിലായില്ലേ? ഇനി ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിക്കും. നീ അമ്മയോട് കേട്ടതല്ല അതുപോലെ പറയണം. എന്താടി പണി നിനക്കിവിടെ? ഒളിഞ്ഞെന്ന് കേക്കാൻ വന്നിരിക്കുന്നു. നന്ദന വരുമെന്ന് പറഞ്ഞിരുന്നല്ലോ, എവിടെയുള്ളു? വേലക്കാരി വേലക്കാരിയുടെ ജോലി ചെയ്താ മതി, കേട്ടോ? ആ അരവിന്ദേ, നന്ദന എവിടെ? അവള് ദേ വരുന്നു ആന്റി. നന്ദന അച്ഛനും അമ്മയും വന്നില്ലേ? ഇല്ല ആന്റി, അവരവിടെ എൻഗേജ്മെന്റ് തിരക്കില്ല. ഒരേ ബിസി. ഓ, എൻഗേജ്മെന്റാ? ആരുടെ എൻഗേജ്മെന്റ്? വാട്ട്? ആരുടെ എൻഗേജ്മെന്റ് ഒന്നും? അരവിന്ദ്, നിനക്ക് എന്ത് പറ്റി? വാട്ട്സ് റോങ് വിത്ത് യു? പറ്റിയത് എനിക്കല്ല, മറ്റു ചിലർക്കാ. അച്ഛൻ അറിയോ, ഇവള് പക്ക ഫ്രോഡാ. അമ്മേ, ഇനിയെങ്കിലും ഒന്ന് എന്നെ വിശ്വസിക്കേ. ഇവൾ ആരാണെന്ന് ഞാൻ തെളിയിച്ചു തരാം. പ്ലീസ് അരവിന്ദ്, ദയവ് ചെയ്ത് മിണ്ടരുത് നീ. നിന്റെ തനി നിറം ഞാനിന്ന് പുറത്താക്കും. തൃച്ചംബര തകിലാണ്ടേശ്വരുടെ മരുമകളാവുള്ള യാതൊരു യോഗ്യത ഇവൾക്കില്ല. അരവിന്ദേ, എന്തു പറ്റി നിനക്ക്? നീ എന്തൊക്കെയാ വിളിച്ചു പറയുന്നേ? അമ്മയ്ക്ക് ഞാൻ ഇപ്പൊ തെളിയിച്ചു തരാം ഇവിടെ നമ്പർ 1 ഫ്രോഡാണെന്ന്. ആ, എത്തിയോ? ആ, വാ വാ, അകത്തേക്ക് കയറുക. പക്ക ടൈമിംഗ് വെച്ച്. മീര, നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട. നിനക്ക് നന്ദനയുടെ ഫ്രണ്ട്ഷിപ്പ് പോയാലും ഞങ്ങളുടെ ഗ്യാങ്ങുണ്ട്. മാത്രമല്ല, വല്ല ജോബിന്റെ ആവശ്യം വന്നാലും അതും ഞാൻ ഏറ്റു. എന്റെ കൂടെ നിൽക്കണമെന്നേ ഉള്ളൂ. ഓക്കെ, വാ.
അമ്മേ, ഇതെന്റെ ഫ്രണ്ട് രാഹുൽ. ഉം. ഇത് നന്ദനയുടെ കൂട്ടുകാരി മീര. നമസ്കാരം ആന്റി. നമസ്കാരം. അമ്മയ്ക്ക് അറിയാം ആളെ, മുമ്പ് പരിചയപ്പെട്ടിട്ടുണ്ട്. മീരെ, അവിടെ വെച്ച് നന്ദന നിന്നോട് എന്താ പറഞ്ഞു? അമ്മ കേക്കട്ടെ, പറ. ഏയ്, സത്യം എല്ലാരും അറിയാനാ. മീരെ, നീ ആരെയും പേടിക്കുന്നേ? നീ പറഞ്ഞോ, കമോൺ, എല്ലാരും കേക്കട്ടെ. എന്താ നിനക്ക് പറയാനുള്ളത്? പറഞ്ഞോളൂ, എന്താ സംഭവം? പേടിക്കണ്ട, എന്താണെങ്കിലും പറയാം. ഞങ്ങൾക്കറിയേണ്ടത് എന്ത് സംഭവിച്ചു എന്നാണ്. അത് ഇവര് തമ്മിലുള്ള കല്യാണം നടക്കണമെങ്കിൽ നന്ദനയുടെ പേര് മാറ്റണമെന്ന് ജ്യോത്സ്യം പറഞ്ഞില്ലേ? പറഞ്ഞു. അതിന് അത് നന്ദന ഒരു കാരണവശാലും പേര് മാറ്റാൻ തയ്യാറല്ലായിരുന്നു. പേര് മാറ്റുന്ന ചടങ്ങ് നടക്കുന്നിടത്തേക്ക് കാശ് കൊടുത്തൊരു നാടക നടിയും കൊണ്ടാ ഞാനന്ന് വന്നത്. അവരുമായി എനിക്ക് യാതൊരു റിലേഷനും ഇല്ല. തീർന്നടി. തൃച്ചംബരത്ത് എന്ന കുടുംബ പേര് നന്ദനയുടെ പേരിനൊപ്പം ചേർത്താ മതിയെന്ന് പറയിപ്പിച്ചത് നന്ദന തന്നെയാണ്. സത്യത്തിൽ നിങ്ങളെ എല്ലാവരെയും ഇവള് പറ്റിക്കുമായിരുന്നു. കല്യാണം കഴിയുമ്പോ കുട്ടിയുടെ പേര് സ്വയം മാറില്ലേ? അവിടുത്തെ കുടുംബ പേരായ തൃച്ചംബരത്ത് കൂടെ ചേരുകയും ചെയ്യും. അപ്പോ അതോടെ തീരും ഇപ്പോഴത്തെ ഈ രാശിക്കുറവ്. എന്ന് പറഞ്ഞ കല്യാണം തന്നെ പേര് മാറിയതിന് തുല്യമാവുമെന്നർത്ഥം. എനിക്കാദ്യമേ ഇവിടെ സംശയമായിരുന്നു. തള്ളയും മോളയും കൂടെ എന്തെങ്കിലും തരികട കാണിക്കുന്ന എനിക്ക് ഉറപ്പായിരുന്നു. കല്യാണത്തിന് മുമ്പ് ഇങ്ങനെയാണെങ്കിൽ കല്യാണം കഴിഞ്ഞാൽ എന്തൊക്കെയായിരിക്കും അമ്മേ? അമ്മ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നന്ദന, വാട്ട് ഈസ് ദിസ്? നീ ഈ തൃച്ചംബരത്ത് കുടുംബത്തെ കുറിച്ച് എന്താ വിചാരിച്ചിരിക്കുന്നേ? ഇത്രയ്ക്ക് ചീപ്പാണോ നീ? ആന്റി പ്ലീസ്, ഞാൻ നോ. ഇനി ഒരക്ഷരം നീ ആന്റി, ഒരു നിമിഷം. എന്നോട് ക്ഷമിക്കണം. നിങ്ങളുടെ എല്ലാവരുടെയും മുമ്പിൽ നിൽക്കുമ്പോ തന്നെ എനിക്ക് ഭയമാ. അതുകൊണ്ട് വാസ്തവം അങ്ങ് തുറന്നു പറയാം. ഇപ്പൊ പറഞ്ഞതുപോലെ ഇവിടെ വന്ന് പറയണമെന്ന് അരവിന്ദും കൂട്ടുകാരും ചേർന്ന് എന്നെ ഭീഷണിപ്പെടുത്തിയതാ. അതുകൊണ്ടാ ഞാൻ എന്ന് പറഞ്ഞ ഒന്നും മനസ്സിലായില്ല. നേരത്തെ ഞാൻ പറഞ്ഞത് മുഴുവൻ നുണയാ. അത് അതുപോലെ ഇവിടെ വന്ന് പറഞ്ഞില്ലെങ്കിൽ എന്നെ കൊന്നു കളയുമെന്ന് ഭീഷണിപ്പെടുത്തി ഈ അരവിന്ദ്. എടി, നോ. പറഞ്ഞു തീർക്കട്ടെ അവള്. യു ഷട്ട് അപ്പ് ആൻഡ് കീപ് ക്വയറ്റ്. ആന്റിയാണ് സത്യം. നന്ദനയ്ക്ക് ഒത്തിരി ഇഷ്ടാ ഈ കുടുംബത്തെയും ആന്റിയും ഒക്കെ. കള്ളം പറഞ്ഞതിന് ആന്റി എന്നോട് ക്ഷമിക്കണം. അരവിന്ദ്, വാട്ട് ദ ഹെൽ ഈസ് ഹാപ്പനിങ്? നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? നീ എന്തൊക്കെ ഈ കാണിച്ചു കൂട്ടുന്നേ? ആന്റി പ്ലീസ്, വഴക്ക് പറയല്ല അരവിന്ദിന്, പ്ലീസ്. ഇത് അരവിന്ദിന്റെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങാ. അതങ്ങ് മാറും. ഞാൻ മാറ്റിയെടുത്തോളാം. പ്ലീസ് ആന്റി, പ്ലീസ്. അരവിന്ദേ, നീ കാണിച്ച നിറകേട് പോലും മറന്ന് നിന്നെ സേഫാക്കി നിർത്തിയത് കണ്ടില്ലേ നന്ദന? ഇങ്ങനെയുള്ള പെണ്ണിനോടാണോ നീ? അച്ഛാ, ഞാനത് പിന്നെ. അരവിന്ദ് പ്ലീസ്. ആന്റി, ഒരു കാര്യം ഞാൻ പറയാം.
എന്റെ ഊണിലും ഉറക്കത്തിലും ഒരാഗ്രഹമേ ഉള്ളൂ. അത് ഈ തൃച്ചുംബരത്തെ അഖിലാണ്ടേശ്വരിയുടെ മരുമകളാകണമെന്നുള്ളതാ. അതിനുവേണ്ടി ഞാൻ എന്റെ പേരല്ല, എന്റെ മുഖം വരെ പ്ലാസ്റ്റിക് സർജറി ചെയ്ത് മാറ്റാൻ ഞാൻ തയ്യാറാണ്. ആന്റി ഒരു വാക്ക് പറഞ്ഞാ മതി, ഞാൻ അനുസരിച്ചോളാം. ആന്റി പറഞ്ഞോളൂ, ഞാൻ ഇപ്പൊ തന്നെ പോട്ടെ ഗസറ്റിലെ പേര് മാറ്റാൻ. നന്ദന മതി. നിനക്ക് ഈ ഫാമിലിയുമായുള്ള അഫെക്ഷൻ എനിക്ക് മനസ്സിലായി. ദാറ്റ്സ് മോർ ദാൻ എനഫ്. അമ്മ ഇത് ചതിയാ. ഇവളുള്ള കൂട്ടുകാരും ചേർത്ത് നാടകം കളിക്കുന്ന ഇപ്പൊ എന്റെ റൂമിൽ വന്ന് കല്യാണി, നീ ഒന്ന് പറഞ്ഞാ മതി. എന്താ അവിടെ നടന്നതെന്ന് പറ.